എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തെർമോഡൈനാമിക്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ഓൾ ടൈപ്സ് ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കർ ഇൻ മാക്രോസ്കോപ്പിക് സിസ്റ്റംസ്. സോ മാക്രോസ്കോപ്പിക് സിസ്റ്റം ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള, ഒരുപാട് അയോൺസോ മോളിക്യൂൾസോ ഒക്കെ ഉള്ള സിസ്റ്റത്തിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻസ് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വർക്ക്, ഹീറ്റ് അല്ലെങ്കിൽ എനർജി ഇവ തമ്മിലുള്ള ഇൻ്റർ കൺവേർഷൻസ് ആണ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ തെർമോഡൈനാമിക്സ് ബേസിക്കലി തെർമോഡൈനാമിക്സ് 4 ലോസിനെ അടിസ്ഥാനമാക്കിയിട്ടാണുള്ളത്. സോ ഇത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണ് ഈ ലോസൊക്കെ. 0th ലോ, 1st ലോ, 2nd ലോ ആൻഡ് 3rd ലോ. സോ ഈ ലോസിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ തുടർന്നുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇവിടെ ഞാനൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഒരു മെറ്റാലിക് റോഡ്, അതിനെ ഒരു ബർണർ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യണം. സോ അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്ലെയിം കൊള്ളുന്ന ഭാഗം ഒരു ഹോട്ടർ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും. സോ മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഒരു കൂളായിട്ടുള്ള അല്ലെങ്കിൽ കോൾഡർ റീജിയൺ ആയിരിക്കും. സോ ഹോട്ടർ റീജിയൻ, ഒരു കോൾഡർ പോർഷൻ. സോ ഒരു ഹോട്ട് റീജിയണും ഒരു കോൾഡ് റീജിയനും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോട്ട് പോർഷനിൽ നിന്ന് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോൾഡ് പോർഷനിലേക്ക് നടക്കും. ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആ ഒരു തെർമോഡൈനാമിക്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമേജ് ഇവിടെ വെച്ചിട്ടുള്ളത്. സ്കോപ്പ് ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് പഠിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സോ പ്രധാനമായിട്ടും 4 എണ്ണമാണ്. To predict the feasibility of a chemical process under a given set of conditions. So, കുറച്ച് കണ്ടീഷൻസിൽ കെമിക്കൽ പ്രോസസ്സ് നടക്കാനുള്ള സാധ്യത തെർമോഡൈനാമിക്സ് വെച്ചിട്ട് പറയാം. To predict the extent to which a chemical reaction can occur. ഒരു കെമിക്കൽ റിയാക്ഷൻ എത്ര വരെ നടക്കും. To formulate conditions for a chemical process to give better yields of product. പ്രോഡക്റ്റിൻ്റെ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസ് സെറ്റ് ചെയ്യാം. ടു അണ്ടർസ്റ്റാൻഡ് ബേസിക് ലോസ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് വേരിയസ് കെമിക്കൽ പ്രോസസ്സസ്. ഫണ്ടമെൻ്റൽ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും തെർമോഡൈനാമിക്സ് ഉപയോഗിക്കും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് തെർമോഡൈനാമിക്സ്. പ്രധാനമായിട്ടും 3 ലിമിറ്റേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല തെർമോഡൈനാമിക്സ് വെച്ചിട്ട്. നമുക്കറിയാം റേറ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കെമിക്കൽ കൈനറ്റിക്സ് വെച്ചിട്ടാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ, ഇറ്റ് ഫെയിൽസ് ടു ടെൽ എനിത്തിങ് അബൌട്ട് ദ മെക്കാനിസം ഓഫ് റിയാക്ഷൻസ്. മെക്കാനിസവും നമുക്ക് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ദെൻ ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു മാക്രോസ്കോപ്പിക് സിസ്റ്റംസ്. സോ മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഒരുപാട് ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ ഒക്കെ ഉള്ള സിസ്റ്റത്തിൽ മാത്രമേ തെർമോഡൈനാമിക്സ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. സോ തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് നമുക്ക് ബേസിക് ടെർമിനോളജീസ് ഉണ്ട്. ഒരുപാട് ബേസിക് ടെർമിനോളജീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ വളരെ ഫണ്ടമെൻ്റലാണ് സിസ്റ്റം, സറൗണ്ടിങ്സ് ആൻഡ് യൂണിവേഴ്സ്. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് നടത്താൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം, റീജിയൺ ഓർ എ സ്പേസ് സെലക്റ്റഡ് ഫോർ ദ എക്സ്പെരിമെൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ആ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുഴുവൻ നമ്മൾ സറൗണ്ടിങ്സ് എന്നാണ് പറയുക. ഓക്കെ. സോ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ്, അത് രണ്ടും കൂടെ ചേരുന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സോ സിസ്റ്റം, സറൗണ്ടിങ്സ് തമ്മിൽ റിയലായിട്ടോ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടോ ഒരു ബൗണ്ടറി ഉണ്ട്. സോ ഇവിടെ ഞാനൊരു ഈ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെസലിൽ ഒരു റിയാക്ഷൻ ചെയ്യുന്നു. അത് ഒരു മാഗ്നറ്റിക് സ്റ്റിററിൽ വെച്ചിട്ട് സ്റ്റിർ ചെയ്യുകയാണ്. ഓക്കെ. സോ ഇവിടെ ആക്ച്വലി ഈ ഗ്ലാസ് ബീക്കറിൻ്റെ ഉള്ളിലുള്ളതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലാണ് എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണ് ആ ബീക്കർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ
ഇവിടെ ഒരു ഗ്ലാസ് ബീക്കർ എന്ന് പറയുന്ന ഗ്ലാസിൻ്റെ വോൾ ആക്ച്വലി ഒരു റിയൽ ആയിട്ടുള്ള ബൗണ്ടറിയാണ്. സോ ചില കേസിൽ ഇമാജിനറി ആയിട്ടുള്ള ബൗണ്ടറി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അടുത്തൊരു ബേസിക് ടെർമിനോളജിയാണ് ഫേസ്. സോ വാട്ട് ഈസ് എ ഫേസ്? ഫേസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൺ ആയിരിക്കും. ആൻഡ് മെക്കാനിക്കലി സെപ്പറബിൾ, നമുക്ക് മെക്കാനിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ട് ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. അതിനാണ് നമ്മൾ ഫേസ് എന്ന് പറയാം. സോ ഫേസിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫേസിൽ യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും. അതായത് ആ ഫേസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുനിന്നോ അടിഭാഗത്തുനിന്നോ മിഡിൽ പോർഷനിൽ നിന്നോ എവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ എടുക്കുന്ന എക്സാമ്പിൾ ഒരു സൊല്യൂഷനോ എങ്ങനെയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഒരു സൊല്യൂഷൻ മനസ്സിൽ വിചാരിക്കുക. അതിൻ്റെ അതൊരു ബീക്കറിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നോ അടിഭാഗത്തു നിന്നോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരേ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരേ കമ്പോസിഷൻ ആണെങ്കിൽ നമ്മളതിന് ഒരു സിംഗിൾ ഫേസ് എന്നാണ് പറയുക. ഓക്കെ, സോ യൂണിഫോം കമ്പോസിഷൻ ആൻഡ് സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ദ സിസ്റ്റം ആയിരിക്കും ഒരു ഫേസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ഫേസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഹോമോജീനിയസ് ഫേസ്, ഹെട്രോജീനിയസ് ഫേസ്. ഹോമോജീനിയസ് എന്ന ഒരു ഫേസിനെ വിളിക്കുന്നത് അതിൽ ഒരൊറ്റ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഹോമോജീനിയസ് phase contains only one phase. Example, unsaturated solution of sodium chloride in water. Unsaturated solution, saturated solution, എന്താണ് ഡിഫറൻസ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യുന്നതിന് മേതെ, അത് ഡിസോൾവ് ചെയ്തതിന് ശേഷവും നമുക്ക് സോളിഡായിട്ട്, അതായത് കൂടുതൽ ഇനി അങ്ങോട്ടേക്ക് ഡിസോൾവ് ചെയ്യാനില്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യാതെ കിടക്കും. അങ്ങനെയുള്ളതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സോളിബിൾ ആവുന്ന ആ ഒരു ഇത്, അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല സോഡിയം ക്ലോറൈഡിനെ. ഈ ഗ്ലാസ്സിൽ നന്നായിട്ട് സോഡിയം ക്ലോറൈഡ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തു നിന്ന് ഏത് പോർഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കും. അതിനെയാണ് ഹോമോജീനിയസ് ഫേസ് എന്ന് പറയാം. ഇതേപോലെ തന്നെയാണ് മിക്സ്ചർ ഓഫ് ടു മിസിബിൾ ലിക്വിഡ്സ്. നന്നായിട്ട് മിക്സ് ആവുന്ന രണ്ട് ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനും ഹോമോജീനിയസ് ആയിരിക്കും അത്, അതായത് ഒരൊറ്റ ഫേസേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഹെട്രോജീനിയസ് ഫേസിൽ മോർ ദാൻ വൺ ഫേസ് ഉണ്ടാവും. എക്സാമ്പിൾ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. ഞാൻ പറഞ്ഞു ഡിസോൾവ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് സോളിഡായിട്ട് തന്നെ അവിടെ കിടക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് സോളിഡായിട്ടുള്ളൊരു പോർഷൻ, അതിൻ്റെ മേലെ ലിക്വിഡായിട്ടുള്ള വേറൊരു പോർഷൻ, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ രണ്ട് ഫേസ് ഉള്ളതിനെയാണ് നമ്മൾ ഹെട്രോജീനിയസ് എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് എപ്പോഴും രണ്ടായിരിക്കണം എന്നില്ല, അതിനെക്കാട്ടും കൂടുതൽ മോർ ദാൻ വൺ ഫേസ് ആണെങ്കിൽ നമ്മൾ ഹെട്രോജീനിയസ് ഫേസ് എന്നാണ് പറയാം. ദെൻ മിക്സ്ചർ ഓഫ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്, ഓയിൽ ഇൻ വാട്ടർ, വാട്ടർ ഇൻ ഓയിൽ, ഇതൊക്കെ ഹെട്രോജീനിയസ് ഫേസ് ആണ്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചത് മിൽക്കാണ്. മിൽക്ക് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? മിൽക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഹെട്രോജീനിയസ് ആണ്. കാരണം നമുക്കറിയാം മിൽക്കിൽ എന്താണുള്ളത്? ഫാറ്റ് ഡിസോൾഡ് ഇൻ വാട്ടർ. സോ ഫാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓയിൽ ഫേസ് ആണ്, ദാറ്റ് ഈസ് ഡിസോൾഡ് ഇൻ വാട്ടർ, അത് ഒരു അക്വസ് ഫേസ് ആണ്. ഓക്കെ, സോ ഇത് ആക്ച്വലി മോർ ദാൻ വൺ ഫേസ് ഉണ്ട്. സോ ഹെട്രോജീനിയസ് ഫേസ് എന്താണ്, ഹോമോജീനിയസ് ഫേസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, ഇതും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. സിസ്റ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ഓപ്പൺ സിസ്റ്റത്തിന് ഞാനിവിടെ ഒരു ഹോട്ട് കോഫി ഇൻ എ കപ്പ് ആണ് ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ബോത്ത് മാറ്റർ ആൻഡ് എനർജി ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ
സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സോ ഇവിടെ മാറ്റർ, അതായത് കോഫിയും അതിൻ്റെ ചൂടും നമുക്ക് ആ സിസ്റ്റവും സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അവിടെ എനർജി മാത്രമേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റർ ആ സിസ്റ്റത്തിൽ തന്നെ ഇരിക്കും. സോ ഇവിടെ ഞാൻ ആപ്പിൾ സിഡാർ വിനെഗറിൻ്റെ ഒരു ബോട്ടിലാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ലിഡും ഉണ്ട്. സോ ഇവിടുന്ന് എനർജി മാത്രം സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ മാറ്റർ ആ സിസ്റ്റത്തിൽ തന്നെ കിടക്കും. അടുത്തതെന്ന് പറയുന്നത് ഒരു തെർമോസ് ഫ്ലാസ്ക് ആണ്. അവിടെ എന്താണ്, മാറ്ററും എനർജിയും നമുക്ക് രണ്ടും സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് രണ്ടും സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. സോ അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, എ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി എക്സ്പെരിമെൻ്റലി മെഷറബിൾ ആൻഡ് ഈസ് നെസസറി ടു ഡിഫൈൻ എ സിസ്റ്റം ഈസ് കോൾഡ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. അതായത് എക്സ്പെരിമെൻ്റലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. എക്സാമ്പിൾ ഒരു പ്രഷറോ ഒരു ടെമ്പറേച്ചറോ. സോ ടെമ്പറേച്ചറിനെ നമുക്ക് ഒരു തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാം. സോ അങ്ങനെയുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. അത് മാത്രമല്ല, ആ പ്രോപ്പർട്ടി ഒരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ കൂടെ ആയിരിക്കണം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എടുക്കുകയാണ്. സോ ഇന്ന പ്രഷറിൽ ഇത്ര വോളിയത്തിൽ ഇത്ര ടെമ്പറേച്ചറിൽ ഇതാണ് ആ സിസ്റ്റം. അങ്ങനെ ആ സിസ്റ്റത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് സച്ച് എ പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് എ മാക്രോസ്കോപ്പിക് സിസ്റ്റം, അതായത് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒരു മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ ഒരുപാട് ഉള്ള സിസ്റ്റം, അതാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. അതിൻ്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതിനെ നമ്മൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറയും. സോ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി, ഇതൊക്കെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. സോ നമുക്ക് നോക്കാം, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. സോ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം എന്നാണെങ്കിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അതായത് ഒരു സിസ്റ്റത്തിൽ എടുത്തിരിക്കുന്ന മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ആ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണെങ്കിലോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. സോ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ, ഇതൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾസാണ്. സോ ഞാൻ ഇതിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വാട്ടറിൻ്റെ വിസ്കോസിറ്റി നോക്കുകയാണെന്ന് വിചാരിക്കും. സോ വാട്ടർ ഒരു 500 ml എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വാട്ടറിൻ്റെ വിസ്കോസിറ്റി സെയിം ആണ്. ഒരു 10 ml എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വാട്ടറിൻ്റെ വിസ്കോസിറ്റി സെയിം ആണ്. സോ അവിടെ വിസ്കോസിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി എത്ര ക്വാണ്ടിറ്റി എടുത്തു അല്ലെങ്കിൽ എത്ര എമൗണ്ട് എടുത്തു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വിസ്കോസിറ്റി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആവുന്നത്. ദെൻ അടുത്ത പ്രോപ്പർട്ടി നോക്കുക, മാസ്, വോളിയം, സർഫസ് ഏരിയ, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി തുടങ്ങിയ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസാണ്. സോ ഇവിടെ വോളിയം എടുക്കുക. സോ ഞാനൊരു 10 ml വാട്ടർ എടുക്കുന്നതും അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും അല്ലേ. ഒരു 10 ml വാട്ടർ എടുക്കുകയാണ്, അതിൻ്റെ മാസ് ഒന്നാണ്. 100 ml വാട്ടർ എടുക്കുകയാണ്, അതിൻ്റെ മാസ് വേറെ ഒന്നാണ്.
സോ എമൗണ്ടിനനുസരിച്ച് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അടുത്ത പോയിന്റ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ആഡിറ്റീവ് whereas intensive properties are not additive in nature. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ട് സിസ്റ്റംസ് മനസ്സിൽ വിചാരിക്കാം. ഒരു സിസ്റ്റം എ, വേറൊരു സിസ്റ്റം ബി. സോ അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം സിമിലർ ആണെന്ന് വിചാരിക്കുക. ഏകദേശം സെയിം ടെമ്പറേച്ചറാണ്, സെയിം പ്രഷറാണ്. അങ്ങനെ ഒരു സിമിലർ ആയിട്ടുള്ള രണ്ട് സിസ്റ്റംസ് കൺസിഡർ ചെയ്യാം. സോ എയും ബിയും അടുത്തടുത്ത് വെക്കുകയാണ്. സോ എയും ബിയിൻ്റെയും ടെമ്പറേച്ചർ ഒരേപോലെയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഒരു 10 ഡിഗ്രി ആണ്, 10 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. സോ എയിൻ്റെയും ബിയിൻ്റെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആഡ് ചെയ്തിട്ടാണോ പറയുക? അതായത് എയും ബിയും ഉണ്ട്. സോ ഇതിൻ്റെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി പ്ലസ് 10 ഡിഗ്രി 20 ഡിഗ്രി എന്നാണോ പറയുക? അല്ല, അതിൻ്റെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറും 10 ഡിഗ്രി തന്നെയായിരിക്കും. അതായത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആഡിറ്റീവ് അല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് എ ഒരു സിസ്റ്റം, ബി ഒരു സിസ്റ്റം, രണ്ടിൻ്റെയും ടെമ്പറേച്ചർ സിമിലർ ആണെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ അതേ ടെമ്പറേച്ചർ തന്നെയാണ് നമ്മൾ അതിൻ്റെ ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുക, അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുക. പക്ഷേ നമ്മൾ എ ഒരു സിസ്റ്റം ഉണ്ട്, ബി ഒരു സിസ്റ്റം ഉണ്ട്. എയുടെ മാസ് എന്ന് പറയുന്നത് 5 ഗ്രാം ആണ്, ബി സിസ്റ്റത്തിൻ്റെ മാസ് 5 ഗ്രാം ആണെങ്കിൽ ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ മാസ് 5 ഗ്രാം എന്നല്ല നിങ്ങൾ പറയുക. എ സിസ്റ്റത്തിൻ്റെതും ബി സിസ്റ്റത്തിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് 10 ഗ്രാം എന്നാണ് നിങ്ങൾ അതിൻ്റെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ മാസ് പറയുക. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആഡിറ്റീവ് ആണ്, നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പറയുക. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ നോട്ട് ആഡിറ്റീവ്. ദെൻ അടുത്ത ഒരു പോയിന്റ്, the ratio of two extensive properties will yield an intensive property. അതായത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ അനദർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വിൽ ബി ഈക്വൽ ടു ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ, മാസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി എന്ന് പറയുന്ന ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, സോ അടുത്ത ഭാഗം അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ കാണാം.